അയ്യോ മഞ്ജരി, മഞ്ജരി. ഏട്ടൻ എന്തിനാ ഈ അസമയത്ത് മേഘനയുടെ റൂമിന്റെ ഭാഗത്തേക്ക് പോകുന്നേ? ഇപ്പൊ മഞ്ജരിയെ പിടികൂടുമല്ലോ. ഏട്ടൻ കണ്ട പിന്നെ മഞ്ജരി ഇവിടെ നാട്ടി ഓടിക്കൊന്ന് ഉറപ്പാ. ഇതിനകത്തൊരാളനക്കം കേട്ടല്ലോ. മഞ്ജരി, ഏട്ടൻ നിന്നെ കണ്ടില്ലല്ലോ അല്ലേ? കണ്ടിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. തലനാരിഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ അതോടെ എന്റെ കഥ കഴിഞ്ഞേനെ. താങ്ക് ഗോഡ്. കൃത്യസമയത്താ ഞാൻ അറിഞ്ഞത്. അതിരിക്കട്ടെ, പോയ കാര്യം എന്തായി മഞ്ജരി? സക്സസ് ഹർഷിനി. ഇനിയൊരു 12 മണിക്കൂർ നേരത്തേക്ക് അവൾ എഴുന്നേറ്റ് വരില്ല. അതോടുകൂടി പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ അയക്കേണ്ട സമയവും കഴിയും. പിന്നെ അവൾക്ക് പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട കാര്യമില്ല. ഒരു ദിവസം അവൾ ആപ്ലിക്കേഷൻ അയക്കാൻ ലേറ്റ് ആയാൽ മതി. പിന്നെ മേഘനയുടെ യാത്ര അതോടെ മുടങ്ങിക്കോളും. മിഥുനൊപ്പം യാത്ര ചെയ്യാൻ പോകുന്നത് ഞാനാണ്. പിന്നെ അല്ലാതെ, മേഘന മിഥുനേട്ടനോടൊപ്പം ഭാര്യയായിട്ട് വിമാനത്തിൽ കയറി ഫോറിനിൽ ചെന്ന് ആഘോഷിച്ച എങ്ങനെ ഞാനത് സഹിക്കും? ഇപ്പോഴേ എനിക്കൊരു സമാധാനമായേ. ഒരു പാപകാര്യം സക്സസ്ഫുൾ ആക്കിയതുകൊണ്ട് നമുക്ക് ചെന്ന് ഉറങ്ങാം അല്ലേ? എന്നാ വാ. മഞ്ജരി, മേഘന നല്ല മയക്കത്തില്ല. ഇതുവരെ ഒന്നും അനങ്ങിയിട്ട് പോലുമില്ല. ഇനി പാസ്പോർട്ടും ഇല്ല, ഏട്ടനൊപ്പം ഫ്ലൈറ്റിലും ഇല്ല. എക്സാക്ട്ലി. മിഥുനും ഒന്നിച്ച് വിമാനത്തിൽ വിദേശത്തേക്ക് പോവാൻ കൊതിച്ചിരിക്കായിരുന്നില്ലേ അവള്? അവളുടെ ആ കൊതിയാണ് ഇന്ന് നമ്മള് കുഴിച്ചു മൂടിയത്. അവള് പെടയാൻ പോകുന്നേ ഉള്ളൂ. മിഥുനും ഞാനും ഒന്നിച്ച് ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകുമ്പോ അവള് മേലോട്ട് നോക്കി വാബളിച്ചിരുന്നോളും. ആ ഇരിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചം ഉണ്ടാവുന്നു. എന്റെ തലയ്ക്കൊരു ഭാരം പോലെ. എന്താ പറ്റിയത്?
മേഘന ചേച്ചി, ആ കാപ്പി എടുത്തോളൂ. ഞാൻ ബ്രഷ് ചെയ്ത് വന്നിട്ട് കുടിച്ചോളാം സുദീപ്. ഇന്ന് എന്തു പറ്റി ചേച്ചി? ഇതുവരെ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ലല്ലോ. നേരം വെളുത്തപ്പോ തൊട്ട് എഴുന്നേക്കെന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. എന്തു പറ്റി മേഘനെ? ഇപ്പോഴാണോ നീ എഴുന്നേറ്റ് വരുന്നേ? അത് മിഥുനേട്ടാ. മേഘനെ, നിനക്ക് പാസ്പോർട്ട് ഓഫീസിൽ എത്തേണ്ട സമയമായില്ലേ? ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതല്ലായിരുന്നോ? നീ എന്താ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നേ? അല്ല അച്ഛാ, എന്താ പറ്റിയതെന്ന് വെച്ചാ. വാട്ട് ഈസ് ദിസ് മേഘനെ? ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. രാവിലെ സമയത്തിന് തന്നെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ? ഇത്രയ്ക്കും ഇറസ്പോൺസിബിലിറ്റി കാണിച്ചാൽ എങ്ങനെയാ? ഇറസ്പോൺസിബിലിറ്റി എപ്പോഴും മേഘനയുടെ കൂടെ പിറന്നതാണല്ലോ. ഏട്ടൻ മേഘനെ വിമാനത്തിൽ കയറ്റാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇവളോ ഏട്ടന്റെ വാക്കിന് പോലും വില കൽപ്പിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല ഹർഷിനി. ഒരു പണി ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് ചെയ്യണം. തോന്നിയ പോലെ വല്ലയിടത്തും കയറി ചെന്ന് ഒന്നും നടക്കില്ല. എന്തൊരു കഷ്ട. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയപ്പോഴേ എഴുന്നേറ്റ് വരുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? മിഥുനോടുള്ള അനാദരവല്ലേ കാണിക്കുന്നത്? അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യവും അവൻ തന്നെ ചെയ്യട്ടെ എന്നുള്ള വിചാരമായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല അമ്മേ. അമ്മ എന്നെ ഒരു കാര്യമില്ലാതെ തെറ്റിദ്ധരിക്കുന്നത്. തെറ്റിദ്ധാരണയാണ്, കുറ്റവിചാരണയാണെന്നൊക്കെ ഓരോ വട്ടം ഓരോ കാരണങ്ങളും പറഞ്ഞു വന്നോളൂ. ടർക്കിയിലാണ് അവാർഡ് ഫംഗ്ഷൻ. മിഥുന്റെ അരികത്ത് ഭാര്യയായി നിൽക്കാനുള്ള അത്ഭുതമായ അവസരം. നിന്നെ കൂടെ പറഞ്ഞയക്കാൻ അരുണിമാന്റിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടും ആന്റിയെ ധിക്കരിച്ചുകൊണ്ടാ മിഥുൻ നിന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ആ തീരുമാനത്തിനെങ്കിലും ഒരല്പം വില കൊടുക്കായിരുന്നു. കണ്ടു മിഥുൻ ഇത്? തെരുവി കിടക്കുന്ന പട്ടിയെ കുളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുചെന്ന് ഇരുത്തിയ അതവിടെ ഇരിക്കുവോ? പാലുവാട്ടി ചെളിക്കകത്ത് പോയി കിടക്കും. ഇവളെയൊക്കെ ആ ഫംഗ്ഷന് കൊണ്ടുപോകാൻ തീരുമാനിച്ചതാ തെറ്റ്. അവതാരം കണ്ടില്ലേ? അവക്കതൊന്നും വിധിച്ചിട്ടില്ലെന്ന് അവള് തന്നെ തെളിയിച്ചത് കണ്ടില്ലേ? ഇനി നീ പറയും മിഥുൻ, ഇപ്പോഴും നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ലേ? ഇനി ഇവളെ കൂട്ടാൻ ഒരു ചാൻസ് വേറെ ഇല്ലല്ലോ മഞ്ജരി. ഇന്ന് രാവിലെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ പാസ്പോർട്ട് കൈ കിട്ടിയാണ്. ഇനി അവൾക്ക് എങ്ങനെ എന്റെ കൂടെ വരാൻ പറ്റും? മിഥുനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? ഇനി നിനക്ക് എന്ത് പറയാനാ ബാക്കിയുള്ളേ? മിഥുൻ, അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന് ചെവി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നീ പറ മോളെ മേഘനെ, പറ. മിഥുനേട്ടാ, ഞാൻ ആപ്ലിക്കേഷൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതെങ്ങനെ പറ്റും? ഇത്രയും നേരം പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങിയിട്ട് നീ ആ ആപ്ലിക്കേഷൻ സ്വപ്നത്തിലാണ് സബ്മിറ്റ് ചെയ്തത്. നീ എന്തിനിങ്ങനെ തിളയ്ക്കുന്നത് മഞ്ജരി? പാസ്പോർട്ടിന് വേണ്ടി ഓൺലൈനിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അത് ഞാൻ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്തിരുന്നു. കുഗ്രാമത്തിലെ ചാണകക്കുഴി കിടന്നവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? എന്റെ കുഗ്രാമത്തിലെ ബുദ്ധിക്ക് ഇത്രയൊന്നും വിവരം ഉണ്ടാവില്ലെന്നായിരിക്കും നീ കരുതിയതല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണെങ്കിൽ എനിക്കൊരു ഡിഗ്രി ഉണ്ട്. അതുകൊണ്ടാ കിട്ടിയ സമയത്ത് ഞാനത് ചെയ്തത്.
പല ദുഷ്ടശക്തികളും എനിക്ക് ചുറ്റും കാത്തിരിപ്പുണ്ടെന്ന് ഇന്നലെ രാത്രി എന്തോ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി. എന്നാ അത് ആദ്യം തന്നെ നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? എന്തിനെങ്ങനെ എല്ലാവരുടെയും വായിലിരിക്കുന്ന കേൾക്കുന്നേ? എനിക്കറിയായിരുന്നു മിഥുൻ, മേഘന എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ അവൾ അടങ്ങിയിരിക്കില്ല. ഉണ്ടാവാൻ ശ്രമിക്കണം. ആയിക്കോട്ടെ മിഥുനേട്ടാ. മോം, ഞാനൊന്ന് ഓഫീസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡാഡ്, ബൈ. നീ കണ്ടല്ലോ അരുണിമേ, ശരിക്കുള്ള കാര്യം അറിയാതെയാ എല്ലാവരും അവളെ വഴക്ക് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എന്തായി? മേഘന ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കാള പെറ്റൂന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കരുതെന്ന് പറയുന്നത്. കിട്ടിയ അവസരം മുതലാക്കി ജയേട്ടൻ എന്റെ നേരെ വേണ്ടാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. എടാ സുദീപേ, കടുപ്പത്തിലൊരു കാപ്പി എടുക്ക. മോളെ മേഘനെ, നീ ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. ഇന്നാ അങ്ങുന്നേ. ആയിക്കോട്ടെ അച്ഛാ. ഇതെന്തൊരു കഷ്ടകാലോ. ആ മേഘന വീണെടുത്ത് കിടന്ന് പെടഞ്ഞു മരിക്കുമെന്ന് കരുതിയപ്പോ ഇപ്പൊ ആ അടി നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണല്ലോ. ശരിയാ ഹർഷിനി. പാടത്ത് കിടന്ന് കള പറിക്കാനും പശുവിന്റെ എരുമയുടെയും ചാണകം വാരാനും മാത്രം ഇവക്ക് അറിയോന്ന് കരുതി. ഇത്രയ്ക്ക് അപ്ഡേറ്റ് ആയിരിക്കുമെന്നോ ഇത്ര ബുദ്ധിയോടെ ചിന്തിക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. ശരിയാ മഞ്ജരി. ഈ മേഘന വെറും മരമണ്ടിയാണെന്നും അടുക്കളപ്പണി ചെയ്തുകൊണ്ട് അവിടെ എങ്ങാനും കിടക്കുമെന്നും കരുതി. ലോകകാര്യങ്ങളിലൊക്കെ അവക്ക് ഗ്രാഹ്യം ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല മഞ്ജരി. അതാ പറ്റിപ്പോയെ. അവള് നമ്മള് വിചാരിച്ചതുപോലെയൊന്നും അല്ല. നമ്മള് കുറച്ചുകൂടി സൂക്ഷിക്കണം. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്നാലും അവൾ ഒരു കാരണവശാലും മിഥുന്റെ കൂടെ പോകരുത്. നിന്റെ ഈ പെടച്ചിൽ കാണുമ്പോ എനിക്കൊരു രസമൊക്കെ തോന്നുന്നുണ്ട്. എന്താ മഞ്ജരി, ഓൺലൈനിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഞാൻ പറഞ്ഞപ്പോ നീ അന്തം വിട്ട് വായും പൊളിച്ചു നിൽക്കുന്നത് കണ്ടല്ലോ. നീ ഒരു പമ്പര വിഡ്ഢിയാ. പാലത്തിലൂടെ കടവ് കടക്കാൻ നോക്കുമ്പോ നമ്മൾ ഓരോ ചുവട് വെച്ച് മുൻപോട്ട് നടക്കുമ്പോഴും ഒരുപാട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് തെറ്റി നമ്മൾ ആ വെള്ളത്തിലേക്ക് വീണെന്നിരിക്കും. ചിലപ്പോ വീഴുന്നത് വല്ല ചുഴിയിലേക്കും ആണെങ്കിലോ. എന്റെ കുതികാലി വെട്ടാൻ നീ തക്കം നോക്കിയിരിക്കാന്നറിഞ്ഞതിനു ശേഷം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കോ? നീ ഇങ്ങനെ ഓരോരോ ഭ്രാന്ത് കാണിച്ച് മിഥുനേട്ടന്റെ കൂടെ ഞാൻ പോവാതിരിക്കാനായി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കുന്ന എനിക്ക് അറിയില്ലെന്നാണോ നീ കരുതിയേ? നിന്റെ ഈ ലെക്ചറടി ഒന്നും എന്റെ അടുത്ത് വേണ്ട. നീ എന്തൊക്കെയാ പറയുന്നേന്നുള്ളതും എനിക്ക് മനസ്സിലാവുന്നില്ല. മഞ്ജരി, എന്നെ കുഴിച്ചു മൂടാനുള്ള കുഴിയും തോണ്ടി കാല് വാരി എന്നെ കുഴിയിലാക്കാൻ ഏത് നേരവും നീ എന്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോ മിഥുനേട്ടനും ഞാനും മാത്രമായിട്ട് അത്രയും ദൂരം യാത്ര ചെയ്യുന്നു എന്നറിഞ്ഞാ നിനക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവോ? നീ ഇനി എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഏട്ടനൊപ്പം വിമാനത്തിൽ കയറുന്നത് വരെ നിന്റെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് നിന്റെ പ്രയത്നങ്ങൾക്ക് ബലിയാടാവാതെ എന്റെ രക്ഷ ഞാൻ തന്നെ നോക്കുന്നത്. ആ
നിനക്ക് വേറൊരു കാര്യം അറിയോ? എന്റെ റൂമിൽ ഒരു സ്ലീപ്പിംഗ് സ്പ്രേ ബോട്ടിൽ കണ്ടിരുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ ഈ സ്ലീപ്പിംഗ് സ്പ്രേ പ്രയോഗം മാത്രമല്ല, ഇനി വേറെ എന്ത് വേഷം കെട്ടുമായിട്ട് എന്റെ അടുത്തേക്ക് വന്നാലും അവിടെ വെച്ച് പോയിസൺ തന്ന് ഞാൻ നിന്നെ കൊല്ലും. അതോടെ ഒഴിഞ്ഞു പൊക്കോളല്ലോ, സൂക്ഷിച്ചിരുന്നു. ഇതെന്താ മഞ്ജരി, ഇവൾക്ക് ഇവിടുന്ന് ഇത്രയും ധൈര്യം കിട്ടിയത്? വിരല് ചൂണ്ടിക്കൊണ്ടല്ലേ വാൺ ചെയ്തിട്ട് പോയത്? ശരിയാണ് ഹർഷിനെ. ഇത്രയും നാളും പൂച്ചയെ പോലെ ഇരുന്ന മേഘന പെട്ടെന്നല്ലേ പുലിവേഷം അണിഞ്ഞു തുടങ്ങിയത്. പുലിയെ കണ്ടോണ്ട് പൂച്ച വേഷം കെട്ടിറക്കിയ പൂച്ച പുലിയാവാൻ പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവള് വെറും പൂച്ചയാണെന്ന് അവൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തിരിക്കും. എടോ കാർന്നോരെ, എഴുന്നേക്ക്. വല്ലം കഴിക്കണ്ടേ? കൊണ്ടുവന്നിട്ടുണ്ട്, കേറ്റ്. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ ഏത് വിധത്തിലാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതെ കാർന്നോരെ, താൻ എന്ത് ചോദിച്ചാലും ഞങ്ങളൊന്നും പറയില്ലെന്നറിയാലോ. എന്നാലും ദിവസവും ചോദിച്ചോളൂ. ചോദിച്ച് ഇതുവരെ മടുത്തില്ലേ? അവിടെ ഞാനും അടങ്ങിയിരിക്കാൻ നോക്ക്. എന്നാ ഇതങ്ങ് കഴുകി. ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാം കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? ഈ ഭാഗ്യം ആർക്കെങ്കിലും കിട്ടുവോ? എന്താടോ ഇത്? കഴുകി. കിളവൻ എന്തൊക്കെയാടാ പറയുന്നത്? എന്നും പറയാറുള്ള പുരാണം തന്നെ ഇന്നും പറഞ്ഞു. ഡാ, വയസ്സനല്ലേ എന്ന് കരുതി നിസ്സാരമായി കാണരുത്. 24 മണിക്കൂർ അയാളുടെ മേൽ കണ്ണുണ്ടാവണം. പ്രിയംവദ മേഡവും മഞ്ജരി മേഡവും കാശ് നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് അതിനു വേണ്ടിയാ. അത് മറന്നുപോയല്ലേ? ശരിയടാ, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യല്ലേ. മിഥുന്റെ ജാതകത്തിലെ ദോഷം വലിയൊരു ആപത്തായി അവനോട് അടുത്തുകൊണ്ടിരിക്കുക. മൃത്യുദേവൻ അവനെയും കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുന്നു. ഈ കാര്യം എങ്ങനെയെങ്കിലും മേഘനെ അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്താ ചെയ്യാ? എന്നാ ശരിയടാ, അയാൾ കഴിച്ചു കഴിഞ്ഞോ ഞാൻ പോയി നോക്കിട്ട്. ആ ശരി. എടാ, ആ കിളവൻ മുങ്ങിയടാ. അധികം ദൂരം പോയി കാണില്ല, വാടാ. ഇതിലായിരിക്കും പോയിരിക്കണേ. വാ.